വിക്രം വേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിനോട് സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. എന്നാൽ വിക്രമിന് ആദ്യം ദേഷ്യം വരുന്നുണ്ടെങ്കിലും പിന്നീട് വേദ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഒരു നാട്ടിലൊരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് 3 ആൺമക്കളായിരുന്നു. ആ നാട്ടിലുള്ളവരെല്ലാം ആ അമ്മയോട് പറഞ്ഞിരുന്നു, നീ ഭാഗ്യം ചെയ്തവളാണ്. കാരണം നിനക്ക് 3 ആൺമക്കളല്ലേ, നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ അന്തസ്സായിട്ട് ആ മക്കൾ നോക്കുമെന്ന് ആ നാട്ടിലുള്ളവർ പറയുമായിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി അവരോട് ചോദിച്ചിരുന്നു, അവരെങ്ങനെയാണ് നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാറ്? അവർ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരാറുണ്ടോ? അവർ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കാറുണ്ടോ എന്നൊക്കെ ആ പെൺകുട്ടി ചോദിച്ചു എന്ന് വേദ പറയുകയാണ്. വേദ പറയുന്നത് കേട്ട് വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മതി, നിർത്തിക്കൂ എന്ന് വിക്രം ദേഷ്യത്തോടു കൂടി പറയുകയാണ്. നിങ്ങൾ അങ്ങനെ പറയല്ലേ, കഥ മുഴുവൻ കേൾക്കുക എന്ന് വേദ പറയുകയാണ്. അങ്ങനെ വേദ ആ കഥ തുടർന്ന് പറയുന്നുണ്ട്. ആ അമ്മ അവളോട് പറഞ്ഞത്, എനിക്ക് 3 ആൺകുട്ടികൾ എന്നത് വേറെ പേര് മാത്രമാണ്. എനിക്കൊരു സാരി പോലും ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. മാത്രമല്ല മൂത്ത 2 മക്കൾ ജോലിക്കൊന്നും പോകുന്നില്ല. അച്ഛൻ അധ്വാനിച്ച പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. 3-മനാണെങ്കിൽ ഗുണ്ടാപ്പണി ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒരു സമാധാനവും നൽകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ 3 ആൺമക്കൾ തനിക്ക് ഭാഗ്യമാവുക എന്നൊക്കെ പറയുകയാണ് ആ അമ്മ. പിന്നീട് ആ അമ്മ പറയുന്നുണ്ട്, റിട്ടയർഡ് ആവുമ്പോൾ സമാധാനത്തോടെ കൂടി ജീവിക്കാമെന്ന് കരുതിയാണ് ആ അച്ഛൻ അധ്വാനിക്കുന്നത്. ഇതിപ്പോൾ 3 മക്കളുടെയും കുടുംബം എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോകുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് ചില ദിവസം പട്ടിണി പോലും കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് എന്നൊക്കെ ആ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോട് കഥ പറയുന്നുണ്ട്. വിക്രം സ്വന്തം അമ്മയെ ഒരു വേലക്കാരിയെ പോലെ കാണുന്നതാണോ സ്നേഹം? അമ്മയുടെ സന്തോഷത്തിന് ഒരു സാരി പോലും വിക്രം വാങ്ങി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ വേദ പറയുമ്പോൾ വിക്രം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയല്ല, എത്ര സാരി വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കാം. ഞാൻ ഗുണ്ടാപ്പണിക്ക് പോയി വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയ സാരി അമ്മ വാങ്ങിക്കില്ല. ഞാൻ സാരി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അമ്മ വാങ്ങിക്കുമോ എന്ന കാര്യം നീ ആദ്യം ചോദിക്കണം. അമ്മയ്ക്ക് ഒരു സാരിയല്ല, എത്ര സാരി വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം എന്നൊക്കെ പറയുകയാണ് വിക്രം. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛന് ഞാൻ എന്ത് വാങ്ങിക്കൊടുത്താലും വാങ്ങിക്കില്ല, അത് പുറത്തേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിക്കൊടുക്കാത്തത് എന്നൊക്കെ പറയുകയാണ് വിക്രം. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി എന്നെ വീട്ടിലേക്ക് ആക്കിയില്ലേ? എൻ്റെ അച്ഛൻ മകളായിട്ട് എന്നെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതിൻ്റെ കാരണം നിങ്ങൾക്കറിയുമോ? അന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയത്, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി, എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറയുകയാണ് വേദ. പിന്നീട് വേദ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോയാൽ അച്ഛൻ എന്നെ വഴക്ക് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം അറിഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ പണം പേഴ്സിൽ വെച്ചിട്ട് വാങ്ങിക്കുകയോ ഇല്ലയോ എന്ന് ആലോചിക്കുന്നതല്ല സ്നേഹം എന്നൊക്കെ പറയുകയാണ് വേദ. അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വേദ പോകാൻ നോക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, നിൽക്കടി, നീ ഒന്ന് അവിടെ നിന്നേ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്നേഹമല്ല എന്നാണോ നീ പറയുന്നത്? അതേ വിക്രം, നിങ്ങൾ കാണിക്കുന്നത് അഭിനയമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം അമ്മയുടെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് അമ്മയിട്ട് അടിമയെ പോലെ നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നില്ലേ? ഈ സമയം വിക്രമാണെങ്കിൽ വേദയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട്. വിക്രമിൻ്റെ കൈ മാറ്റിയിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്നേഹമല്ല, കോംപ്ലക്സ് ആണ്. അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ സാധിച്ചു കൊടുക്കാറില്ലേ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുകയാണ് വേദ. എടി, നീ എൻ്റെ മുൻപിൽ നിൽക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറയുകയാണ് വിക്രം. ഞാൻ പോവുക തന്നെയാണ്, നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് വാങ്ങിച്ചു കൊടുക്ക് എന്നൊക്കെ പറയുകയാണ് വേദ. അങ്ങനെ വിക്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വൈകുന്നേരം തിരിച്ചു വരുന്നത് ഒരു കവറുമായിട്ടാണ്. ആ കവറിൽ അമ്മയ്ക്കുള്ള സാരിയും അച്ഛൻ്റെ ഷർട്ടുമായിട്ടാണ് വരുന്നത്. ഇതിനായിട്ട് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ടാണ് വിക്രം ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ വിക്രം കയറി വരുന്ന സമയത്ത് വിശ്വനും വിനയനും ശ്രീജയും നന്ദിനിയും വേദിയും എല്ലാം ഉണ്ട്. വെഡിങ് ആനിവേഴ്സറി എങ്ങനെ ആഘോഷിക്കണം എന്ന ചർച്ചയിലാണ് അവർ. അങ്ങനെ ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയം വിക്രമിനെ കണ്ട ശ്രീജ പറയുന്നുണ്ട്, വിക്രം, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ആ സമയം വിക്രം പറയുന്നുണ്ട്, അഭിപ്രായമല്ല, ഞാൻ പറയാം. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് വിക്രം. ഇത് കേൾക്കുമ്പോൾ വിഷ് ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്.
എവിടെയുടെ കാണട്ടെ, നീ അച്ഛനും അമ്മയ്ക്കും വാങ്ങിയ ഡ്രസ്സ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കവറ് വാങ്ങിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വിക്രം ആ സാരി ആദ്യം കമലാമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഞാനൊരു സാരി വാങ്ങിച്ചു. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കമലാമ്മ ആ സാരി വാങ്ങിക്കുന്നുണ്ട്. തൻ്റെ മോൻ തനിക്ക് കൊണ്ടുവന്ന സമ്മാനം കാണുമ്പോൾ കമലാമ്മയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. പിന്നീട് വിക്രം മാഷിൻ്റെ കയ്യിലേക്ക് ആ ഡ്രസ്സിൻ്റെ കവർ കൊടുക്കുകയാണ്. മാഷ് ആ സമ്മാനം വാങ്ങിക്കുന്നുണ്ട്. മാഷ് സമ്മാനം വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ മാഷ് ആ ഡ്രസ്സിൻ്റെ കവർ വിക്രമിൻ്റെ മുഖത്തേക്ക് എറിയുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി കമലാമ്മയോട് പറയുന്നുണ്ട്, നീ എന്ത് അഭിമാനത്തിലാണ് ഇവൻ വാങ്ങിയ ഡ്രസ്സ് ഇടാൻ പോകുന്നത്? നീ ഇവൻ വാങ്ങിയ ഡ്രസ്സ് ഇട്ടാൽ നിന്റെ നിഴലിന് പോലും അത് സഹിക്കില്ല. അത്രയ്ക്ക് ആളുകളുടെ ശാപവും ചോരയുടെ മണവും ഉണ്ട് ഈ ഡ്രസ്സിന്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ടതല്ല കമലെ എന്ന് പറയുകയാണ് മാഷ്. നിന്റെ മകൻ അധ്വാനിച്ച് കൊണ്ടുവന്നത് ഏത് രീതിയിലാണെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഇത് കണ്ടിട്ട് വിക്രമിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. മാഷിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം കണ്ട് എല്ലാവരും അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ ആ കവറെല്ലാം കുനിഞ്ഞെടുത്തിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം മാഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വിക്രമിൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ്. വിക്രമിൻ്റെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. വേദയെ കാണുന്ന സമയത്ത് വിക്രമിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വിക്രം വേദയോട് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എന്നോട് ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ അവരത് വാങ്ങിക്കില്ല എന്ന്. എനിക്കിപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. എന്താണ് നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്ക് ഇനി കഥയൊന്നും പറയാനില്ലേ എന്നൊക്കെ വിക്രം ചോദിക്കുന്ന സമയത്ത് വിക്രം, ഇതെൻ്റെ തെറ്റാണ്. പക്ഷേ അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർക്ക് നിങ്ങൾ വാങ്ങിയ ഡ്രസ്സിനോടല്ല വിരോധം. നിങ്ങളുടെ ജോലിയാണ് അവർക്ക് പ്രശ്നം. നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവന്നതാണെങ്കിൽ അവർ അത് മേടിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താണ് വേണ്ടത് എന്ന് വിക്രം ചോദിക്കുകയാണ്. അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വിക്രമിൻ്റെ കണ്ണെല്ലാം നിറയുന്നുണ്ട്.